ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാ മാസം ചെയ്യുന്ന പോലെ തന്നെ ഇന്നും ടോപ്പ് 5 പ്രൊപ്പ് ഫേംസിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജൂലൈ മാസത്തെ ഏറ്റവും മികച്ച പ്രൊപ്പ് ഫേംസ് ഏതൊക്കെയാണ്. നമുക്കറിയാം, ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക്കും ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് പറയുന്നൊരു പ്രൊപ്പ് ഫേം നാളെ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസ്കഷനിൽ പോകുന്നത്. അപ്പോൾ ഒരു സ്കാം അലേർട്ടും കൂടി നമുക്ക് പറയാനുണ്ട്. ഇക്വിറ്റി എഡ്ജിൻ്റെ കേസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും ചെയ്ത ഒരു കമ്പനിയാണ്. പക്ഷേ അവർ വളരെ മോശം രീതിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇടയ്ക്കൊന്ന് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോയായിരുന്നു ആ കമ്പനീനെ. പക്ഷേ നമ്മൾ അന്നും പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങളൊരു റിസർച്ച് നടത്തണം എന്നുള്ളത്. അത് പറഞ്ഞതുകൊണ്ട് തന്നെ അതേ രീതിക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനി ഒരുപാട് പ്രതീക്ഷ വരികയും പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് പോവുകയും ചെയ്തൊരു കമ്പനിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ആസ് യൂഷ്വൽ നമ്മുടെ പാനലിസ്റ്റ് ട്രേഡർ സോബിഷ് നമ്മളുടെ ഒപ്പം ഉണ്ട്. ഹായ് സോബിഷ് ചേട്ടാ. ഹായ്, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ക്രൂഷ്യലായ ഒരു ദിവസമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റാകോഡ്സ് 8 ക്യാപ്പ് എന്ന് പറയുന്ന ബ്രോക്കറുടെ ലൈസൻസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു ഫസ്റ്റ് പറയാനുള്ളൊരു ന്യൂസ്. ഒത്തിരി പ്രൊഫേംസിൻ്റെ ഒക്കെ ഇത് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ബ്രോക്കറായിരുന്നു 8 ക്യാപ്പ്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ന്യൂസ് കണ്ടത് അവർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നു. അവരിപ്പോൾ നിലവിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ കമ്പനികളുടെയൊക്കെ ഒരു ബ്രോക്കറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അതാണ് രാവിലെ കണ്ടപ്പോൾ ന്യൂസ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റി എഡ്ജ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുള്ള കുറച്ച് പേർക്കൊക്കെ പേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ പേ ഔട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും അവർക്കൊക്കെ പേ ഔട്ടിൻ്റെ ടൈമായപ്പോൾ പേ ഔട്ട് റിജക്റ്റ് ചെയ്തിട്ടില്ല അവർ നിലവിൽ. അതുപോലെ പേ ഔട്ട് ഇതൊരു ഏകദേശം ഒരു 1 മന്തോളം ആയി പേ ഔട്ട് കിട്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ ടെസ്റ്റ് പൈലിലെ റിവ്യൂ ഒക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും പേ ഔട്ട് കിട്ടാതെ വരുമ്പോൾ എല്ലാവരും അത് റിവ്യൂ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. അവർ തുടക്കത്തിൽ നമുക്കൊരു 5K അക്കൗണ്ടൊക്കെ എടുക്കാനായിട്ട് അവർ കൊടുത്തിരുന്ന ഓഫർ $10 ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും അതിനകത്തേക്ക് അട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പേ ഔട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ. പക്ഷേ ഒരു 1 മന്തായിട്ട് അവർ പേ ഔട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ലാഗിങ് ആണ്, വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ശരിക്കും ഒരു ടഫായിട്ടുള്ളൊരു ഇതിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് മന്ത് ഒരു ക്ലോസ് ചെയ്തൊരു ഫേമാണ് ഫണ്ടിങ് പീക്സ്. അവർ പാർഷ്യലി അവർ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അവർ കുറേ പേ ഔട്ട്സ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അവർ പുതിയ CEO ഒക്കെ വന്നപ്പോൾ MFFൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പുതിയ CEO ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അവർ ഫണ്ടിങ് പീക്സിൽ കുറേ പേ ഔട്ടും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പാർഷ്യലി അവരെ ലൈവ് അക്കൗണ്ടുള്ളവർക്കും ട്രേഡ് ചെയ്യാം, പേ ഔട്ടും അവർ പുതുതായിട്ട് വന്ന് കൊടുക്കും. പക്ഷേ ഇനിയിപ്പോൾ ഒരു മെറ്റാകോഡ്സിൻ്റെ ലൈസൻസിന് വേണ്ടി മറ്റും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അസെൻഡെക്സ് എന്നൊരു കമ്പനി ഉണ്ട്. അവരും ഈ പറഞ്ഞ പോലെ മെറ്റാകോഡ്സിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മെറ്റാകോഡ്സിൻ്റെ ലൈസൻസ് എടുക്കുകയാണെന്ന് നല്ലൊരു കാര്യമാണ്. ഇത്രയാണ് നമുക്കൊന്ന് ഈ ഒരു ലാസ്റ്റ് മന്ത് നടന്ന കാര്യങ്ങൾ. പിന്നെ ബിനാൻസ് പ്ലേ സ്റ്റോറിൽ തിരിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും നമുക്കത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു വീഡിയോ അതിനെ കുറിച്ച് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 30% പോകും. നമ്മളൊരു അക്കൗണ്ട് ചലഞ്ച് എടുക്കുമ്പോഴും നമ്മുടെ 30% പോകും. നമുക്ക് പ്രോഫിറ്റായിട്ട് ഇങ്ങോട്ട് കാശ് വരുമ്പോഴും ഇതെല്ലാം മാർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ടാക്സബിൾ ആകുമ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഒരു എന്താ പറയുക, ഒരു $1000 ഒക്കെ എടുത്താൽ തന്നെ $300 ഒക്കെ അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിസ്സാരമല്ല. അപ്പോൾ അതൊരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. എന്തായാലും നമുക്കൊരു വീഡിയോ എന്തായാലും ചെയ്യാൻ പറ്റും. വളരെ പ്രൊഫൈം ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ബിനാൻസ് വരുന്നത്. പക്ഷെ വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഡാറ്റയും പോകണം. ഇത്രയും നാളൊക്കെ എല്ലാവരും ഫണ്ട് മാറിക്കൊണ്ടിരുന്നത് വേറെ ചില വഴികളിലൂടെ ആയിരുന്നു. ബിനാൻസിൽ വന്നതൊന്നും അറിയില്ലായിരുന്നു. ഇതിനു മുമ്പ് വന്നതൊന്നും ടാക്സബിൾ ആയിരുന്നു. ഇനി അപ്പോൾ അതിന് ടാക്സ് പിടിക്കുമോ? ചൈനയിൽ അങ്ങനെ എന്തോ ചൈനയിലെന്തോ അവർ അപ്രൂവൽ കൊടുത്തപ്പോൾ ലീഗലാക്കി കഴിഞ്ഞപ്പോൾ പഴയ ഡാറ്റ പ്രകാരമുള്ളവരൊക്കെ ടാക്സ് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായെന്ന് കേൾക്കുന്നു. $2 മില്യൺ ഫൈൻ അടച്ചിട്ടാണ് ബിനാൻസ് ഇന്ത്യയിൽ തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടറിയാം അല്ലേ? അതെന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പ് 5 ഫേംസിൽ 5ാം സ്ഥാനത്ത് ജൂലൈ മാസത്തെ ആരാണ്? ആൽഫ ക്യാപിറ്റലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പേ ഔട്ട് കിട്ടിയേക്കുന്നത്, പേ ഔട്ട് തന്നേക്കുന്ന ഒരു ഫേമാണ് ആൽഫ. അവർ യൂസ് ചെയ്യാനും നല്ല സ്ലിപ്പേജ് കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ തവണ അതിൻ്റെ ഒരു വാർണിംഗ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു. ഇപ്പോൾ നിലവിൽ 5ലേക്ക് വന്നേക്കുന്ന റീസൺ ഞാൻ നോക്കിയപ്പോൾ കണ്ടേക്കുന്ന കുറച്ച് ഇവർക്കൊരു ഹൈ ഇമ്പാക്ട് ന്യൂസിൻ്റെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഗോൾഡ് USDയുടെ ന്യൂസ് മാത്രമാണ് നമുക്ക് എല്ലാ ഫേംസും മിക്ക ഫേംസും ആ ഒരു സമയത്ത് മാത്രമേ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നം വരുന്നുള്ളൂ ഹൈ ഇമ്പാക്റ്റിൽ. പക്ഷേ ആൽഫയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോൻ്റെ ന്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തും നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല.
ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നല്ല, അവരുടെ റൂൾസ് സ്ട്രിക്റ്റ് ആണ്. 4 മിനിറ്റ് മുമ്പ് ക്ലോസ് ചെയ്യണം, അതിന് മുമ്പ് പ്രോഫിറ്റ് നമുക്ക് കൗണ്ട് ചെയ്യില്ല, ലോസ് ആണെങ്കിൽ കൗണ്ട് ചെയ്യും, അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ ഏകദേശം നല്ലൊരു രീതിയിൽ പേ ഔട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പുതിയ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു കമ്പനിയുമായിട്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ KYCകൾ ഒത്തിരി റിജക്ഷൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ KYC റിജക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഏകദേശം ഒരു 5000 USD കിട്ടാനുണ്ട്. അപ്പോൾ KYC ഇഷ്യൂ ആണെന്നാണ് അവർ പറഞ്ഞത്, അവർ കൈയൊഴിയാണ് അതിൽ നിന്ന്. അപ്പോൾ ആൽഫ അങ്ങനെ ചെയ്തിരുന്നൊരു ഫേമല്ല. അപ്പോൾ അവർ എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ആൽഫയുടെ ഒരു മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട്. എന്താ കാര്യം, അവർക്ക് മെറ്റാകോഡ്സ് ലൈസൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പുതിയ അക്കൗണ്ടൊക്കെ എടുക്കുന്നവർ. ഒത്തിരി ഭയങ്കരമായിട്ട് വരുന്നത്. അവരിപ്പോൾ 4.4 വന്നു, 4.7 നിന്നാണ് 4.4 വന്നാൻ അധികം താമസം വേണ്ടി വന്നില്ല. ഏകദേശം 4500 റിവ്യൂ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ അത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള താഴത്തേക്കാണ് വന്നേക്കുന്നത്. KYC ഇഷ്യൂ, ഒത്തിരി പേർക്ക് KYC ഇത് വരുന്നുണ്ട്. എല്ലാവരും ലൈവ് അക്കൗണ്ട് കൊടുത്തതിന് ശേഷമാണ് KYC കറക്റ്റ് അല്ല എന്ന് പറയുന്നത് ശരിയായ ഇതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് 4ാം സ്ഥാനത്ത് ഇത്തവണ മൈ ഫണ്ടഡ് എഫക്ട്സ് ആണ്. എന്താണ് മൈ ഫണ്ടഡ് എഫക്ട്സ് 4ാമത് വരാൻ? മൈ ഫണ്ടഡ് എഫക്ട്സ് ഞാൻ കുറേ നാളുകളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഫേമാണ്. പക്ഷേ എനിക്ക് ഞാൻ അക്കൗണ്ട് എടുത്തിട്ട് പേ ഔട്ട് കിട്ടാതിരുന്നതാണ്. പക്ഷെ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ വന്ന് ഒരു കാര്യം പറയുന്നത്, ഇവർക്കൊരു ഒരു പ്രൊഫൈം കൂടി ഉണ്ടായിരുന്നു, ഷിഫ്റ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് ക്ലോസിങ്ങിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും പേ ഔട്ട് കൊടുത്തു. പേ ഔട്ട് കൊടുത്തിട്ട് ഈ മൈ ഫണ്ട് ലൈവ് അക്കൗണ്ടുള്ള എല്ലാവരെയും മൈ ഫണ്ട് എഫക്ട്സിലേക്ക് മെർജ് ചെയ്യായിരുന്നു. ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് CFD മാത്രമല്ല, ഫ്യൂച്ചറിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. മൈ ഫണ്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഫേമായിട്ട് തുടങ്ങിയിട്ട് അവരിപ്പോൾ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്നത്, അതിലും കോൺസെൻട്രേറ്റ് അതിലേക്കായതുകൊണ്ട് അതിലും പേ ഔട്ട് കൊടുക്കുന്നുണ്ട്, ഇതിലും പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ട്രസ്റ്റ് പൈലറ്റ് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. 4.2 ആണ് അവർക്കുള്ളത്. ഗ്രാജുവലി കയറി വരുന്ന ഒരു ഫേമാണ്. എന്തായാലും എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ, നോക്കാവുന്ന ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേം. ഇവര് നമ്മുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ സമയത്ത് ഏതെങ്കിലും സമയത്ത് ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു? ഇല്ല അങ്ങനെയല്ല. അവർ നിർത്തിയിട്ടില്ല. ഇവർ കോ ഫണ്ടിങ് ഉണ്ടായിരുന്ന ഇതിന്റെ CEO മാറ്റ് എന്ന് പറയുന്ന ആൾക്ക് ഷെയർ ഉണ്ടായിരുന്ന മറ്റൊരു കമ്പനിയാണ് നിർത്തിയത്. സ്വിഫ്റ്റ് ഫണ്ടിങ് എന്ന് പറയും, അതാണ് നിർത്തിയത്. അവരല്ല ക്ലോസ് ചെയ്തത്. ഇവർ ഇൻഹൗസ് ആണ്. മെറ്റാകോട്ട് ലൈസൻസ് ഇല്ല അവർക്ക്. സി ട്രേഡർ ഉണ്ട്, മാക്സ് ട്രേഡർ ഉണ്ട്, DX ഉണ്ട്, എല്ലാ ഇതുണ്ട്. അത്യാവശ്യം കസ്റ്റമർ സപ്പോർട്ടും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പേ ഔട്ട് റിജക്ഷൻ ഒന്നും അങ്ങനെ വലിയ സീനൊന്നും ഇല്ലാത്ത കൺസിഡർ ചെയ്യാവുന്ന ഒരു ഇഷ്യൂന്റെ ഇടയിൽ. നമുക്ക് അടുത്ത സ്ഥാനം 3ാം സ്ഥാനത്ത്. ഇപ്പോൾ 3ാം സ്ഥാനത്ത് വരുന്നത് ഫണ്ടിങ് ബിബ്സ് ആണ്. നമ്മൾ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഫേമായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റിലൊക്കെ ചൂസ് ചെയ്തൊരു ഫേമാണ്. ഇപ്പോൾ അവർ റെഡിയായി വരുന്നുണ്ട്. ഇതിനു മുമ്പ് പേ ഔട്ട് റിജക്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ വായിച്ചു നോക്കുമ്പോൾ നല്ല പേ ഔട്ട് ഉള്ളവരെ മാത്രമല്ല ഇവർ റിജക്റ്റ് ചെയ്തതിൻ്റെ ഒരു റീസൺ പറയുന്നത് ഓവറായിട്ടുള്ള ട്രേഡ്. അതായത് ഇപ്പോൾ ഒരു 100K അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10-20 ലോട്ടൊക്കെ ചെയ്തെടുക്കുന്ന ആൾക്കാർ, ഓവർ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് ഇവർ നോക്കിയിട്ട് അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട് പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരേതെങ്കിലും രീതിയിൽ മറ്റ് ട്രേഡേഴ്സായിട്ട് ബന്ധമുള്ളവർ അങ്ങനെയുള്ളവരെല്ലാം ഇവർ വാൺ ചെയ്തേക്കുന്നത്. ഇപ്പോഴും ഒരു 130 ഡേയ്സിലെ പേ ഔട്ട് കൊടുത്തേക്കുന്ന ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നത്, റൈസിലെ പേ ഔട്ടിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നത് ഫണ്ട് ബിബ്സ് തന്നെയാണ്. അവർ വീണ്ടും ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഒരു ക്ലീനിങ് പ്രോസസ്സാണെന്ന് അവരുടെ CEO പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ 2 മിനിറ്റ് റൂളൊക്കെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ലൈവ് അക്കൗണ്ടിലേക്ക് മാത്രം ആ ഒരു ഇഷ്യൂ ആക്കി മാറ്റിയിട്ടുണ്ട്. അവരന്നും പറഞ്ഞിരുന്നു ഞങ്ങളൊന്ന് ക്ലീനിങ് പ്രോസസ്സിലാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ അവരെടുത്ത് ട്രേഡറാണ്, പക്ഷേ അവരൊക്കെ റിസ്ക് കൂടുതൽ എടുക്കുന്നവരെ എന്തായാലും ഇവർ നോക്കുന്നില്ല. നല്ല ട്രേഡേഴ്സിനെ മാത്രമാണ് ഇവർ ഉന്നം വയ്ക്കുന്നത്. ഓഗസ്റ്റിലൊരു ഇമോഷണൽ ട്രേഡേഴ്സിനെ അവർക്ക് വേണ്ട. അപ്പോൾ ഇവരുടെ ട്രസ്റ്റ് പൈലറ്റിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ഇവർ 4.8 ഒക്കെ ഉണ്ടായിരുന്നവരാണ് 4.4 കഴിഞ്ഞ ലാസ്റ്റ് മന്തിലുണ്ടായിരുന്നതിലേക്ക് ഏകദേശം 13,000 പേരുടെ വോട്ടിങ്ങിലാണ് ഇപ്പോൾ അത് 4.4 വന്നേക്കുന്നത്. അത് 4.8 നിന്നാണ് താഴത്തേക്ക് വന്നത്. കഴിഞ്ഞ മാസം അത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2ാം സ്ഥാനത്ത് ആരാൻ നോക്കാം. ഫണ്ടഡ് നെക്സ്റ്റ് ആണ് 2ാം സ്ഥാനത്ത്. ഫണ്ടഡ് നെക്സ്റ്റ് 2ാം സ്ഥാനത്തേക്ക് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുത്തതാണ്. പിന്നെ നമുക്ക് പേ ഔട്ട് കുറേ പേർക്ക് പഴയ ഒരു അനുഭവങ്ങളുള്ളതുകൊണ്ട് പല ആൾക്കാർക്ക് ഇപ്പോഴും ഫണ്ടഡ് നെക്സ്റ്റിന് ചെറിയൊരു ഭയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ അവർ പേ ഔട്ട് പേ ഔട്ട് റിജക്ഷൻ ഒന്നുമില്ല. ഈ അടുത്ത അവരൊരു ഇത് ചെയ്തത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് പേ ഔട്ട് കൊടുക്കാൻ പറ്റാതെ വന്നൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പേ ഔട്ടിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഇവർ 1000 USD ഒരു ബ്രാൻഡ് പ്രോമൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു.
ബ്രാൻഡ് പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് അവർ കീപ്പ് ചെയ്തു. അവരെല്ലാവർക്കും നല്ലൊരു എമൗണ്ട് കൊടുത്തു. ഏകദേശം നല്ല ഒരു 8 CR അടുത്ത ഒരു എമൗണ്ട് അവർക്ക് ടോട്ടലി കോസ്റ്റ് അതിന് വേണ്ടി മാത്രം ശരിക്കും വന്നിട്ടുണ്ട്. ഇവർക്ക് വരുന്ന പോയിന്റ് നമുക്ക് 4.5 ആണ് വരുന്നത്. 17,000 വോട്ടിങ്ങിലാണ് വരുന്നത്. സ്റ്റഡി ആയിട്ട് തന്നെ ഒരു 4.4 എബോന് മുകളിൽ തന്നെ പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫണ്ട് നെക്സ്റ്റിന് സെക്കൻഡ് പൊസിഷനിൽ വെക്കാം. നമുക്ക് ഒന്നാം സ്ഥാനത്ത് ആരാന്ന് നോക്കാം. ഒന്നാം സ്ഥാനം ഫയേഴ്സ് ആണ്. ഫയേഴ്സ് ഞാനിപ്പോൾ നോക്കിയിട്ട് ഫയേഴ്സിൻ്റെ പ്ലാനുകൾക്ക് മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പഴയ പ്ലാനുകളാണെങ്കിലും പ്രൈസ് കുറച്ച് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. മറ്റൊരു ഫണ്ട് നെക്സ്റ്റ് ഒക്കെ കുറേ ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫയേഴ്സ് അങ്ങനെ ഓഫർ കൊടുക്കുന്ന ഒരു കമ്പനിയല്ല. അപ്പോൾ അത് എല്ലാവരും നോക്കുമ്പോൾ ചെറിയൊരു ഇത് വരുന്നുണ്ട്. ഇവർക്ക് പേ ഔട്ട് റിജക്ഷൻ ഒന്നും നിലവിൽ അങ്ങനെ വലിയ രീതിയിലൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊരു നല്ലൊരു ഇതായിട്ട് തന്നെ ട്രസ്റ്റ് പൈലിൽ 4.8 ഉണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നോക്കിയാൽ 4.8 വന്നിരുന്ന നേരത്തെ വന്നിരുന്ന കമ്പനികളൊക്കെ 4.4 താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ട് 4.5 എബോല് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ലാസ്റ്റ് മന്ത് ഒക്കെ ആണെങ്കിലും അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വന്നിട്ടില്ല. മെറ്റാകോഡ്സിൻ്റെ ലൈസൻസ് ഉണ്ട്, ഫണ്ട് നെക്സ്റ്റിനും ഉണ്ട് മെറ്റാകോഡ്സ് ലൈസൻസ്, ഫയേഴ്സിന് അങ്ങനെ ലൈസൻസ് ഉണ്ട്. പേ ഔട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബിനാൻസിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ നമുക്ക് പേയ്മെൻറ്റ് റൈസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധ്യതയുള്ള സമയം ആയതുകൊണ്ട് തന്നെ 30% കൊടുക്കണമെങ്കിൽ പകരം നേരിട്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18% പ്ലസ് TDS കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഒരു പേ ഔട്ട് എടുക്കുമ്പോൾ കാർഡിലേക്ക് പേ ഔട്ട് കിട്ടും. ഇപ്പോൾ വിസയാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന കാർഡെങ്കിൽ ആ കാർഡിലേക്ക് നമുക്ക് പേ ഔട്ട് എമൗണ്ട് കിട്ടും. അപ്പോൾ അത് ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി വരാനുള്ള സമയങ്ങളിൽ നമുക്ക് കുറേ കൺഫ്യൂഷനാണ് ബിനാൻസിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതൊക്കെ തീരുന്നവരെന്തായാലും ഫയേഴ്സ് ചൂസ് ചെയ്യാം. പേ ഔട്ടിനും കാര്യത്തിനും നമുക്ക് കാർഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റിലേക്ക് പേ ഔട്ട് റിജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു ഫേമാണ്. അപ്പോൾ തുടങ്ങിയ കാലം മുതൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് നമുക്ക് ഫയേഴ്സിനെ ഒന്നാം സ്ഥാനത്ത് നിർത്താം. ഈ പ്രതിസന്ധികൾക്കിടയിലും അവർ പേ ഔട്ട് കൊടുക്കുന്നു. പക്ഷേ അവരുടെ പർച്ചേസ് വാല്യൂ, അതായത് പുതിയ അക്കൗണ്ട് എടുക്കുന്ന സമയത്തുള്ള റേറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹയർ ആണെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള സപ്പോർട്ട് തരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഫയേഴ്സിനെ ഒന്നാം സ്ഥാനത്ത് നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ട്രേഡ് ഉള്ളതല്ലേ, അപ്പോൾ സോഷ്യലിലേക്ക് പോവാം. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക. പുതിയ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബിനാൻസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് ഏത് രീതിയിൽ ഫണ്ടഡ് അക്കൗണ്ട് ഇൻഡസ്ട്രീനെ ബാധിക്കും എന്നുള്ളതും കൂടി നോക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് തരാം. നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്നതിന് താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.